നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കുന്നു. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ വോട്ടിംഗ്. എല്ലാ സംവിധാനങ്ങളും, അതായത് സർക്കാർ സംവിധാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും, മന്ത്രിമാരടക്കം MLA-മാരടക്കം എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവടക്കം പ്രിയങ്ക ഗാന്ധി അടക്കം അവിടെ പ്രചരണം നടത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസത്തെ ഒരു MLA-ക്ക് വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപ പൊടിക്കുകയാണ്. ഇതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റം വരുത്താനോ ഒന്നും സാധ്യമല്ല. ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ മാറേണ്ടതുണ്ട്. ഈ 6 മാസ കാലാവധി എന്നുള്ളത് 1 വർഷം എന്ന രീതിയിൽ നീട്ടേണ്ടി വരും. ഇനിയിപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ വരാൻ ഒരുപാട് വൈകും. 2034 ആകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഇനിയൊരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 8 മാസത്തേക്ക് വേണ്ടി ഒരു MLA-യുടെ ആവശ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ഇപ്പോൾ നമുക്കറിയാം, മഴ കനക്കുന്നു, കോവിഡിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, ആരോഗ്യ സംവിധാനങ്ങളൊക്കെ മുൻകരുതൽ എടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നിലമ്പൂർ കിടക്കുകയാണ്. എന്താണ് അവസ്ഥ? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ആകസ്മികമായി ഉണ്ടായൊരു തെരഞ്ഞെടുപ്പല്ല. ഇതൊരു ക്ഷണിച്ച് വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷവുമായി പ്രത്യേകിച്ചൊരു തർക്കവുമില്ലാതിരുന്ന ശ്രീ അൻവർ തർക്കമുണ്ടാക്കുന്നു, അദ്ദേഹം രാജിവെക്കുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു. പിന്നീട് അത് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. LDF-ൻ്റെ സംവിധാനവുമായി സ്വതന്ത്ര MLA-ക്കുണ്ടായിരുന്ന ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണിത്. അത് ഈ ചെറിയ കാലയളവിനുള്ളിൽ, വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷമില്ല, ആ കാലയളവിനുള്ളിൽ 6-7 മാസക്കാലത്തെ MLA എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് നാം മാറിയിട്ടുള്ളത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഇപ്പോൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള അസംബ്ലി മണ്ഡലങ്ങൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമുണ്ടായതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച്, അതുണ്ടായതിന് ശേഷം കേരളത്തിലെ ഗവൺമെൻറ് എത്ര കോടി രൂപ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ആദ്യം ജനങ്ങളോട് പറയാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെ ഗവൺമെൻറ് കാണിക്കണ്ടേ? ഏതാണ്ട് 680 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൊടുത്ത പണം ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കുമ്പോഴും അത്രയും തുക ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വയനാട്ടിൽ ചെലവഴിക്കാനിരിക്കുമ്പോഴും, വയനാട് എന്ന് പറയുന്ന ജില്ലയിലല്ല നിലമ്പൂർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ആ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടുത്തെ MP ആണ് ശ്രീമതി ഗാന്ധി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയായിരുന്നു വർഷങ്ങളോളം അവിടെ MP ആയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് ആയിരുന്നു. ഭൂരിപക്ഷ കാലഘട്ടങ്ങളിലും അവിടുത്തെ MP എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റേതാണ്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് മലപ്പുറത്തെ സംബന്ധിച്ചാണെങ്കിലും വയനാട്ടിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അവരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ വികസനം എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ഈ പറയുന്ന വയനാടടക്കമുള്ള പ്രദേശങ്ങൾ പ്രളയക്കെടുതി അനുഭവിക്കുന്ന സമയത്തും നിലമ്പൂരടക്കമുള്ള സ്ഥലങ്ങൾ നിരവധിയായിട്ടുള്ള വന്യജീവി ആക്രമണത്തിനും പ്രകൃതിക്ഷോഭങ്ങൾക്കുമൊക്കെ ഇരയാകുന്ന സമയത്തും കൃത്യമായ റോഡ് സംവിധാനങ്ങളില്ല. അവിടുത്തെ പക്ഷേ അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് വിലയിരുത്തിയതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന പോലെയുള്ളൊരു സഹായമോ അല്ലെങ്കിൽ ഒരു ദുരന്തമായി, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ ഒന്നും പ്രധാനമന്ത്രി ഇത് നേരിട്ട് കണ്ടിട്ട് പോലും തയ്യാറായില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു നയവും തന്ത്രവും ഇരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, ഞങ്ങൾക്ക് സഹായമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലായി കൊടുക്കേണ്ട NDRF ഫണ്ടിൻ്റെ മുഴുവൻ തുകയും 2 ഘട്ടങ്ങളിലായി സർക്കാരിന് പൂർണ്ണമായും കൊടുത്തു. 1 രൂപ പോലും ആ ഇനത്തിൽ കൊടുക്കാനില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള പണം ഇതിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തിനും അതിൻ്റെ മറ്റ് നടപടികൾക്കും വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇനി അങ്ങ് ചോദിച്ചതുപോലെ പ്രധാനമന്ത്രി വന്നതിന് ശേഷവും വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു പാക്കേജ് ഉണ്ടാവണ്ടേ? ആ പാക്കേജിൽ സ്ഥലമേറ്റെടുക്കൽ നടക്കണ്ടേ? സ്ഥലമേറ്റെടുക്കുന്നത് പൂർത്തിയായിട്ട് വേണ്ടി അത് ആളുകൾക്ക് വീട് വെക്കാനുള്ള സംവിധാനത്തിലേക്ക് കൊടുക്കാൻ. ഇനി അതിനു മുൻപുള്ള പുത്തുമല ദുരന്തത്തെ സംബന്ധിച്ച് ആലോചിക്കുക. ആ ദുരന്തത്തിൻ്റെ സമയത്ത് പോലും
അന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, സ്ഥലം നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക്, വീട് നഷ്ടപ്പെട്ടുള്ളവർക്ക് അവർക്ക് പാഡി എന്ന് പറയുന്ന സംവിധാനം കൊടുത്തതിന് ശേഷം അവർ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് എന്നുള്ളത് അവരുടെ ദുരിതം അവർ വിവരിച്ചു കൊണ്ടിരിക്കുകയില്ലേ കേരളത്തോട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശാശ്വതമായിട്ടുള്ളൊരു നടപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരാ പൂർത്തിയാക്കേണ്ടത്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് അത് പൂർത്തിയാക്കി അവർക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് അവിടെ വീട് വെക്കാനുള്ള സംവിധാനമാകുമ്പോഴാണ് മറ്റേതെങ്കിലും സഹായത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനോ അതിൻ്റെ കെടുതി ഉണ്ടായ സമയത്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കോ വേണ്ട ഫണ്ട് ഇപ്പോഴും ദുരിതാശ്വാസ നിധിയിലുണ്ട്, NDRFൻ്റെ ഫണ്ടിലുണ്ട്. അതുപോലും പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. ഡെബ്രിസ് നീക്കുക എന്ന് പറയുന്ന അവിടെ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കാനും അവിടെ ഉണ്ടായിട്ടുള്ള തകർന്ന റോഡുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കാനും പുഴയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കാനും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ, സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിലാണെങ്കിലും, ഇനി അതല്ല കടകളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും, വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതിലൊരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നിലമ്പൂർ എന്ന് പറയുന്നത് ആ പാർലമെൻറ്റ് മണ്ഡലത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്യേണ്ടി വന്നത്. പക്ഷേ നിലമ്പൂരിൻ്റെ മാത്രം വികസനം നോക്കുക. 35 വർഷക്കാലമാണ് UDF അവിടുത്തെ MLA ആയി ആ മണ്ഡലത്തിൽ. UDFൻ്റെ എത്രയോ മന്ത്രിസഭകൾ മാറി മാറി വന്നു. ഇനി LDF കഴിഞ്ഞ 2 ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, ഇപ്പോൾ തുടരുന്ന ഗവൺമെൻറ് അടക്കമുള്ള 2 ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും LDFൻ്റെ MLA ആണ്. എന്താ അവിടെ വികസനം ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് നിലമ്പൂരിന് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ റോഡ് സംവിധാനങ്ങൾ, അത് ഹൈവേ സംവിധാനത്തിലാണെങ്കിലും ഇനി കർണാടകത്തിലേക്ക് പോകുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ, ഇതൊന്നും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതിനിടയിൽ കേരളത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രചരണമുണ്ടല്ലോ, ആ രാഷ്ട്രീയ പ്രചരണത്തിലാണ് മന്ത്രിമാരും സർക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കേരളത്തിൽ അടുത്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഡെങ്കിപ്പനിയും എലിപ്പനിയും അതുപോലെ തന്നെ കോവിഡ് എല്ലാം കേരളത്തിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഇന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം, മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം മരണം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമൊക്കെയായി കേരളം മാറുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നടത്തുന്ന പ്രചരണം എന്താണ്? കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധനകൾ നടത്തുന്നു, അതുകൊണ്ട് നമ്മൾ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മരണമുണ്ടാവണ്ടേ? കോവിഡ് മരണമുണ്ടാകേണ്ട സ്ഥലങ്ങളുണ്ടാവേണ്ടേ? അപ്പോൾ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം കൊണ്ടല്ല മരണമുണ്ടാകുന്നത്, കോവിഡ് ഉള്ളത് കൊണ്ടാണ് മരണമുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പരിശോധനകളാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പരിശോധനകളല്ല എന്നുള്ളത് മരണം സൂചിപ്പിക്കുക. ഇപ്പോൾ എണ്ണം നമുക്ക് വേണമെങ്കിൽ കോവിഡ് പരിശോധന കൊണ്ടാണെന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ എങ്കിൽ പോലും മരണമുണ്ടാകുമ്പോൾ അതങ്ങനെ ആകുന്നില്ലല്ലോ. അപ്പോൾ ഇനി അത് വേണ്ട, എലിപ്പനി എടുത്താൽ എലിപ്പനിയുടെ മരണമുണ്ടാകുന്നു കേരളത്തിൽ. ഡെങ്കിപ്പനി മൂലം ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളും പ്രചരണത്തിൽ മാത്രമാണ്. കേരളം ഒന്നാമതാണ് എന്ന് പറയുന്ന പല വിഷയങ്ങളും പ്രചരണത്തിൽ മാത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതിയും നിലമ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലും വികസനം അവിടെ അജണ്ടയല്ല. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഏതെങ്കിലും തരത്തിലുള്ള വികസനമോ ഏതെങ്കിലും പ്രദേശത്ത് വികസനം എത്തിയതോ ആയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടാമത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വികസന പദ്ധതികളാണ്. മൂന്നാമതും ആ ഗവൺമെൻറ് വരാനുള്ള കാരണമായി ജനം കണ്ടത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എടുത്തു കാണിക്കാനുള്ള ഏക വികസനം ഏതാണ്? നാഷണൽ ഹൈവേ ആണ്. നമ്മൾക്ക് സാധാരണക്കാർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമാണ്. മറ്റേതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉണ്ട് എന്നുള്ള പ്രചരണത്തെക്കാൾ അപ്പുറത്ത്, ഞങ്ങൾ നടത്തുന്നു എന്നുള്ള പ്രചരണത്തെക്കാൾ അപ്പുറത്ത് നമുക്ക് വിസിബിളായി കാണാൻ കഴിയുന്ന ഒരു വികസന പദ്ധതിയോ ഒരു പുതിയ പദ്ധതിയോ, അതായത് പുതിയ ഒരു വ്യവസായം വേണ്ടേ, ഒരു സംരംഭം വേണ്ടേ, ഒരു വികസനം വേണ്ടേ, സർക്കാർ സംവിധാനത്തിലൊരു നടപടി വേണ്ടേ, അങ്ങനെ ഉള്ളതിൻ്റെ പ്രഖ്യാപനങ്ങളെക്കാൾ അപ്പുറത്ത് മറ്റേതെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നാഷണൽ ഹൈവേയുടെ വികസനമാണ്. അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളാണ് വിഷ്വലായി കാണാനുള്ളൂ. അതിനപ്പുറത്തേക്കൊരു വികസന പദ്ധതിയും കേരളത്തിൽ എടുത്തു പറയാൻ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.